ദുഷ്കർമ്മങ്ങൾ കൊണ്ടു ജീവിച്ച ദോഷങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ടു മാറിക്കിട്ടും. സദ്ഗുരുവും തന്റെ സന്യാസവൃന്ദവും ഒത്തു പ്രാർത്ഥിക്കുമ്പോൾ ദോഷം തീരും. ദുഷ്കർമ്മങ്ങൾ കൊണ്ടു ജീവിച്ച ദോഷങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ടു മാറിക്കിട്ടും. സദ്ഗുരുവും തന്റെ സന്യാസവൃന്ദവും ഒത്തു പ്രാർത്ഥിക്കുമ്പോൾ ദോഷം തീരും. ആദിനാഥൻ തന്റെ അവതാരകാലത്ത് ജന്മമെടുക്കുന്നു സന്യാസിമാർ. ആദിനാഥൻ തന്റെ അവതാരകാലത്ത് ജന്മമെടുക്കുന്നു സന്യാസിമാർ. ദേവന്മാർ ദേവിമാർ മർത്യശരീരത്തിൽ മർത്യരായി കൂടെ വസിച്ചിടുന്നു. ദേവന്മാർ ദേവിമാർ മർത്യശരീരത്തിൽ മർത്യരായി കൂടെ വസിച്ചിടുന്നു. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരി ഗുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അറിവായിട്ടകമേ വാഴും ഗുരുനാഥ നമസ്കാരം. അകതാരി ഗുരുവായി വാഴും ഗുരുനാഥ നമസ്കാരം. ആപത്തു തീർത്തു തന്ന 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 ഗുരുനാഥ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആപത്തു തീർത്തു തന്ന ഗുരുനാഥ നമസ്കാരം. ആപത്തു തീർത്തു തന്ന ഗുരുനാഥ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദം നൽകിയിടുന്ന ഭഗവാനേ നമസ്കാരം. ആനന്ദസമ്പൂർണനായ ദൈവം അവതാരമായി വന്ന് സർവാത്മാക്കളിലും
ആനന്ദം പകർന്നു കൊടുക്കുവാൻ വേണ്ടി സ്ഥാപിച്ച ആത്മബോധോദയ സംഘത്തിൽ അംഗങ്ങളായി ചേർന്ന് ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എൻ്റെ മനോമനകളെ, ഈ ഞായറാഴ്ച ദിനത്തിലും ഇപ്രകാരം ഉന്നതമായ ഏകദിന സങ്കല്പ പ്രാർത്ഥനയ്ക്ക് ശേഷം പരിപൂർണമായ വിശുദ്ധിയിൽ ഒത്തുചേർന്ന് ഈ സന്നിധാനത്തിൽ ഏകോപിച്ച് ആരാധിക്കുവാൻ ദൈവം ഇടയാക്കിയതിന് കോടാനുകോടി നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ദൈവത്താൽ അല്ലാതെ ഈ പ്രപഞ്ച പ്രകൃതിയെയോ ഇതിലെ സൃഷ്ടിജാലങ്ങളെയോ നിയന്ത്രിക്കുവാൻ മറ്റാരാലും സാധ്യമല്ല. ഒരു മണൽത്തരി പോലും ഒന്നിൻ്റെ മുകളിൽ നിന്ന് മറ്റൊന്നിൻ്റെ മുകളിലേക്ക് ഒന്ന് മറിഞ്ഞു വീഴണമെങ്കിൽ പോലും അതിനിടയിൽ പ്രവർത്തിക്കേണ്ട ശക്തി, അതിനിടയിൽ പ്രവർത്തിക്കേണ്ടതെല്ലാം അതും ഈശ്വരൻ്റെ വകയാണ്, ഈശ്വര ചിന്തയിലുള്ളതാണ്. തൻ്റെ സങ്കല്പവേദിയിൽ നിന്ന് താൻ ഉരുവാക്കിയെടുത്ത ഈ പ്രകൃതി ലോകത്തിലെ സർവ്വതും തൻ്റെ നിശ്ചയമാണ്. മർത്യജന്മങ്ങൾ ഇത് തിരിച്ചറിയാതെ പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് തിരിച്ചറിയേണ്ടത്? ദൈവത്താൽ സൃഷ്ടിച്ചു ദൈവം നടത്തുന്നതാണ് ഈ ലോകവും ഞാനും എന്നുള്ള തിരിച്ചറിവ് ഒരാത്മാവിലുണ്ടായാൽ അതിൻ്റെ പേര് ആത്മബോധമെന്നാണ്. ആത്മബോധമുള്ളവർക്ക് ആർക്കും ദുഃഖമില്ല. എന്തുകൊണ്ട്? ആത്മബോധം ഉദയം ചെയ്യുമ്പോൾ അവിടെ സ്വയം പ്രകാശമായി തീരുകയാണ്. പിന്നെ ഇരുട്ടടുക്കുന്നില്ല, അന്ധകാരം അടുക്കുന്നില്ല, അജ്ഞത അടുക്കുന്നില്ല, ദുഃഖം അടുക്കുന്നില്ല. അങ്ങനെ ദുഃഖമില്ലാത്ത സുഖജീവിതം പ്രദാനം ചെയ്യുവാൻ തിരുവവതാരമായി വന്ന പരംപുരുഷനെ ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. ആരാധ്യനിവിടെയുണ്ട്, ഈ ലോകത്തിൽ അവതാരമായി വന്നു. ആരാധ്യനിവിടെയുണ്ട്, ഈ ലോകത്തിൽ അവതാരമായി വന്നു. ആരാധ്യനിവിടെയുണ്ട്, ഈ ലോകത്തിൽ അവതാരമായി വന്നു. നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. നമ്മൾ ആശ്രയിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഗുരു അതാരാണ് എന്ന് പരിപൂർണ ബോധ്യം വരുത്തുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധിക്കുന്നതല്ല. ഗുരു വിചാരിച്ചാൽ, ആ കാരുണ്യം ഉണ്ടായാൽ, ആ കരുണാ ദർശനമുണ്ടായാൽ സാധിക്കും. പക്ഷെ ആ ദർശനം ഉണ്ടാകണമെങ്കിൽ ചില മാറ്റങ്ങൾ ഒരാത്മാവിൽ ഉണ്ടാകണം. അതിൻ്റേതായ അന്വേഷണം, അതിൻ്റേതായ ആർത്തി, അതിൻ്റേതായ കർമ്മഫലമൊക്കെ ഉണ്ടാവണം. എന്നാലും അറിയിക്കുന്ന അറിവുകളെ ആദരസമൃദ്ധം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരാത്മാവിലേക്ക് അതിൻ്റെ തെളിച്ചമുണ്ടാകും, വെളിച്ചമുണ്ടാകും, വിളക്കമുണ്ടാകും. അവിടെ നിന്നുകൊണ്ട് ഗുരുവാണ്, സർവത്തിനും ഉപരിയായി നിൽക്കുന്ന ആനന്ദരൂപനായ ഗുരുവാണ് എൻ്റെ ഗുരു എന്നൊരാത്മാവിൽ ബോധ്യമുണ്ടായാൽ പിന്നെ ആരാധന മാത്രമേ നടക്കൂ. എന്തുകൊണ്ട്? പിന്നെ നിന്ദിക്കാൻ കഴിയില്ല, പിന്നെ ദുഷിക്കാൻ കഴിയില്ല, പിന്നെ ആവശ്യമില്ലാത്തത് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഉള്ളും പുറവും ഒരുപോൽ വാഴും ഉള്ളവനാണു പരമഗുരു. ഉള്ളും പുറവും ഒരുപോൽ വാഴും ഉള്ളവനാണു പരമഗുരു. ഉള്ളും പുറവും ഒരുപോൽ വാഴും ഉള്ളവനാണ് ഈ പരമഗുരു. ഉള്ളും പുറവും ഒരുപോൽ വാഴും ഉള്ളവനാണ് ഈ പരമഗുരു. ഉള്ളും പുറവും ഒരുപോൽ വാഴും ഉള്ളവനാണ് ഈ പരമഗുരു. ഉള്ളും പുറവും ഒരുപോൽ വാഴും
ഉള്ളും ഉറവും കാണുക നീ. അറിയാനുള്ളതു അറിയുക നീ, 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 ഉള്ളും ഉറവും കാണുക നീ. അജ്ഞാനത്തെ ആകെ മാറ്റി ആനന്ദത്തിൽ ജീവിക്കാം. 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 ആരാധിച്ചും ആശ്രയിച്ചും ആനന്ദത്തിൽ ജീവിക്കാം. ആരാധിച്ചും ആശ്രയിച്ചും ആനന്ദത്തിൽ ജീവിക്കാം. ആരാധിച്ചും ആശ്രയിച്ചും ആനന്ദത്തിൽ ജീവിക്കാം. ആരാധിച്ചും ആശ്രയിച്ചും ആനന്ദത്തിൽ ജീവിക്കാം. ആരാധ്യനാം ഗുരുവോടൊത്തു ആനന്ദമായി ജീവിക്കാം. ആരാധനാം ഗുരുവോടൊത്തു ആനന്ദമായി ജീവിക്കാം. ആരാധ്യനാം ഗുരുവോടൊത്തു ആനന്ദമായി ജീവിക്കാം. ആരാധനാം ഗുരുവോടൊത്തു ആനന്ദമായി ജീവിക്കാം. ആരാധിച്ചും ആശ്രയിച്ചും ആനന്ദമായി ജീവിക്കാം. ആരാധിച്ചും ആശ്രയിച്ചും ആനന്ദമായി ജീവിക്കാം. ആരാധ്യനാം ഗുരുവോടൊത്തു ആനന്ദമായി ജീവിക്കാം. ആരാധനാം ഗുരുവോടൊത്തു ആനന്ദമായി ജീവിക്കാം. യഥാർത്ഥമായ അറിവിലെത്തുന്നവർക്ക് അകവും പുറവും ഗുരുവാണ്. അവിടെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും പിന്നെ നിന്ദാഭാവമില്ല. അവർക്ക് എപ്പോഴും സ്തുതിയേ ഉള്ളൂ. ആ സ്തുതിയുടെ പേരാണ് ആരാധന. ആരാധന ഒരു വ്യക്തിയോട്, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളോട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തികളോട്, വലിയ കലാകാരന്മാരോട് നമുക്ക് മനസ്സുകൊണ്ട് തോന്നുന്ന ചില ആരാധനകളുണ്ട്. ഇപ്പോൾ അതിന് പ്രത്യേകം അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ആരാധന തോന്നിക്കുന്നവർക്ക് വേണ്ടി അവരെ ഏകോപിച്ച് ആ നടന്മാർക്കോ നടിമാർക്കോ അല്ലെങ്കിൽ കലാകാരന്മാർക്കോ വേണ്ടി പ്രത്യേകം അസോസിയേഷൻ, അവരൊന്നിച്ചു നിന്ന് പല കാര്യങ്ങൾ പ്രവർത്തിക്കുക. ആരാധന ചെയ്യുന്നവരുടെ കൂട്ടമാണ്. അതെവിടെ വരെയുള്ളൂ? ആ ആളിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്രമക്കേട്, ഒരു നിയമവിരുദ്ധം, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വന്നാൽ ആ ആരാധന അവിടെ അവസാനിക്കും. എന്നാൽ യഥാർത്ഥമായ ആത്മാവിനെ അറിഞ്ഞ് ആത്മപുരുഷനെ അകതാരിൽ കണ്ടുകൊണ്ട് ആരാധിക്കുന്നതിന് മാറ്റമില്ലാത്ത ആരാധനയാണ്. അതിന് മാറ്റമില്ല. കാരണം അറിയുന്നത് ആരെയാണ്? അവനവനെ തന്നെയാണ്. അതിനാണ് ആത്മബോധം എന്ന് പറയുന്നത്. ആ ആത്മബോധം കൊണ്ട് സർവ്വ അന്ധകാരങ്ങളും മാറ്റി ഒരുവൻ ആത്മനാഥനെ ആരാധിക്കുമ്പോൾ പിന്നെ അവിടെ മാറ്റമില്ല. ഇപ്പം മാറ്റമില്ലാത്ത അറിവ് ഒരാത്മാവിൽ ആവിർഭവിച്ചാൽ മാറ്റമില്ലാത്ത ആരാധന നടക്കും. അവിടെ എന്തുണ്ടാകും? ആശ്വാസമുണ്ടാകും, ആനന്ദമുണ്ടാകും. അതിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ വഴിയെ ജീവിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുത്താൽ അവർണ്ണനീയമായ പരമാനന്ദം ഓരോ ഹൃദയങ്ങളിലും അനുഭവിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അനുഭവം. ഇപ്രാവശ്യത്തെ നമ്മുടെ ഏകദിന സങ്കല്പ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞാൽ വർണ്ണിക്കാനാവാത്ത വിധത്തിലാണ് ഓരോ ഹൃദയങ്ങളും. ഇപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തരുടെയും മുഖം അങ്ങ് വിടർന്നു. കാരണം ഓരോരുത്തരും അനുഭവിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമല്ല, അതിൻ്റെ കാര്യമില്ല. അങ്ങനെ ഒരു കാര്യം ആത്മസംഘത്തിലില്ല. പക്ഷേ പൊടിപ്പും തൊങ്ങിലുമൊക്കെ ചില കാര്യങ്ങൾ പലയിടത്തും പല ആളുകളും പറയാറുണ്ടല്ലോ. കാരണം നടന്നതായിരിക്കും, പക്ഷേ ഇച്ചിരി കൂടെ ഒന്ന് മികവുറ്റതായിട്ട് പറയുക, അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. പക്ഷേ നമുക്കതിൻ്റെയും ആവശ്യമില്ല. കാരണം പലയിടങ്ങളിലും ഈ ആരാധന 9 മണിക്ക് സമർപ്പിക്കണമെന്ന് ആലോചനയോടുകൂടി എഴുന്നേറ്റ് എന്നൊക്കെ പ്രാർത്ഥിച്ചു. 9 മണിയായിട്ട് സമർപ്പിക്കാൻ തോന്നുന്നില്ല. പാടുക, തുള്ളുക, പാടുക, ഭയങ്കരമായ ആനന്ദം.
അങ്ങനെ ആത്മാവിന് അനുഭവമാകുമ്പോൾ പിന്നെ നിർത്താൻ തോന്നുകയില്ല. സ്വർഗലോകത്തിലെ കമ്പി വന്നാലെൻ്റെ പാദങ്ങൾ പാലിൽ പതിക്കയില്ല. സ്വർഗലോകത്തിലെ കമ്പി വന്നാലെൻ്റെ പാദങ്ങൾ പാലിൽ പതിക്കയില്ല. അപ്പോൾ ആനന്ദം കൊണ്ടു ഞാൻ തുള്ളിപ്പോകും. അപ്പോൾ ആനന്ദം കൊണ്ടു ഞാൻ തുള്ളിപ്പോകും. യഥാർത്ഥമായ ആനന്ദം വന്നു കഴിഞ്ഞാൽ അതാണ് അവസ്ഥ. പിന്നെ ഈ പാദങ്ങൾ പാലിൽ പതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉറക്കുകയില്ല, കാലിങ്ങനെ ഇളകും. കാല് നിലത്തുറയ്ക്കാത്ത വിധത്തിൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ത്രസിച്ചുകൊണ്ടിരിക്കും. നിലത്താണ് നിൽക്കുന്നത്, കാണുന്നവർക്കും നിലത്ത് നിൽക്കാൻ തോന്നും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ തള്ളലാണ്, തിരതള്ളലാണ് ആനന്ദത്തിൻ്റെ. അതാണ് നമ്മൾ പാടുന്നത്. ആനന്ദക്കാറ്റടിച്ചു പരിമളം ഉഷിമലതാരിങ്കൽ. ആനന്ദക്കാറ്റടിച്ചു പരിമളം ഉഷിമലതാരിങ്കൽ. ആനന്ദക്കാറ്റടിച്ചു പരിമളം ഉഷിമലതാരിങ്കൽ. ആനന്ദക്കാറ്റടിച്ചു പരിമളം ഉഷിമലതാരിങ്കൽ. ഈ ആനന്ദം നിങ്ങളിൽ എത്തിക്കാൻ കാരണമായത് എന്താണ് എന്ന് ഇനിയും ചിന്തിക്കണം, എപ്പോഴും ചിന്തിക്കണം. എന്താണ് അതിന് കാരണമായത്? ഗുരുവിൽ നിന്ന് ഉദയമായി വന്ന അറിവാണ്, അല്ലേ? ഗുരുവിൽ നിന്ന് ഉദയമായി വന്ന അറിവാണ് നിങ്ങളെ ഈ ആനന്ദത്തിൽ എത്തിച്ചത്. നമ്മൾ നാട്ടിൻപുറത്ത് ജീവിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സൗകര്യങ്ങൾ ഒരുക്കി എവിടെയെങ്കിലും ഒന്ന് ഏകോപിച്ചാൽ മതി. ജോലിക്കൊക്കെ പോകുന്നവർക്ക് ലീവ് എടുക്കണം, പിന്നെ അതിൻ്റേതായ ചില ധനം മുടക്കേണ്ട ആവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥന നടത്തിയ വീട്ടുകാർ തന്നെയാണ് ചിലവൊക്കെ വഹിച്ചത്. ചിലവൊന്ന് അനുവാദമൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊതുവായിട്ട് എല്ലാവരും കൂടി ചേർന്നെടുക്കണ ഒരാളിന് തന്നെ ഭാരം ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും പല ആളുകൾക്കും അതിനോട് താല്പര്യമില്ല. വീട്ടുകാർ തന്നെ ഞങ്ങൾ അതിൻ്റെ ചിലവ് വഹിക്കാൻ ഭഗവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആവട്ടെ, നടക്കട്ടെ. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് അത്രയും ഭാരം വീണ്ടും കുറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിരുന്ന് തിരുനാമം സ്തുതിച്ചാൽ മതി. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായ ഒരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിൽ. അവിടെ ഈ അവധി കിട്ടാൻ വളരെ പ്രയാസമാണ്. പലരും പല വിധത്തിലുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവധിയെടുത്തത്. ഈ നല്ല കാര്യത്തിനാണെങ്കിലും അവിടെ അതേ നിർവാഹമുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് അവർ വിടുവോ? അവർക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാവൂ? അറബികൾ. അപ്പോൾ അങ്ങനെ അവധിയെടുത്തു. അപ്പോൾ ആ അവധി എടുക്കുന്ന ദിവസം ശമ്പളമില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഏകോപിക്കുന്ന ഓഡിറ്റോറിയം കുവൈറ്റിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓഡിറ്റോറിയം സ്വന്തം. ബാക്കിയുള്ളിടത്തെല്ലാം ഓഡിറ്റോറിയം നമ്മൾ വാടകയ്ക്ക് എടുക്കണം. അപ്പോൾ ആ വാടകയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ വിഹിതം ഈ ചെല്ലുന്ന ആളുകൾ കൊടുക്കണം. പിന്നെ അവിടെ നടക്കുന്ന ഒരുക്കങ്ങൾക്കെല്ലാം വേണം. ഇതിനിടയിൽ നമ്മുടെ ചെറുപ്പക്കാരായ കുറേ കുഞ്ഞുങ്ങൾ ദുബൈയിൽ അവരെല്ലാം 3-4 പേര് ചേർന്ന് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളങ്ങ് ഏർപ്പാട് ചെയ്തു. 4 നേരം ഭക്ഷണം. രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, 3-3:30 ആയപ്പോൾ ചായയും അതിൻ്റെ കൂടെ ഒരു കടി, പിന്നെ വൈകിട്ട് ഭക്ഷണം എന്ന് വേണ്ട അവരങ്ങ് ഏർപ്പാട് ചെയ്തപ്പോൾ അത്രയും ഭാരം കുറഞ്ഞു. ബാക്കി ഓഡിറ്റോറിയത്തിൻ്റെ കാര്യങ്ങൾ, പൂജാ കാര്യങ്ങൾ. ഇപ്പോൾ മാലയൊക്കെ പലരും കെട്ടിക്കൊണ്ടുവരിക. ഇപ്പം അവിടെ അങ്ങനെയാണ്. ഓരോരുത്തരും വീട്ടിൽ പൂ മേടിച്ചുകൊണ്ട് പോയി സ്വന്തമായിട്ട് കെട്ടി പ്രാർത്ഥനയോടുകൂടി കെട്ടിക്കൊണ്ടുവന്നാണ് ചാർത്തുന്നത്. നേരത്തെ വാങ്ങിക്കുകയായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പൂ വാങ്ങിക്കും. പൂ അവിടെ നട്ടു വളർത്താൻ പറ്റുകയില്ലല്ലോ. പൂ വാങ്ങിച്ചതിനെ വേണ്ട പോലെ ശുദ്ധി ചെയ്ത് ഉപദേശമൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്നവർക്ക് മാല കോർത്ത് കൊണ്ടുപോയി സമർപ്പിച്ച് അതാണ് ചാർത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഐശ്വര്യവും തിളക്കവും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരുക്കപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ അവർക്ക് അവർണ്ണനീയമായ സുഖത്തിലാണ്. അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളത്തവർ കണ്ടു. എഴുന്നള്ളത്തായി 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 അഖില ലോകനായകൻ താൻ എഴുന്നള്ളത്തായി. ഇങ്ങനെ തിരുവെഴുന്നള്ളത്തിന് കാരണമാകത്തക്ക വിധം എല്ലാം ഒരുക്കി എന്നെ കാത്തിരുന്ന സന്താനങ്ങളുടെ മധ്യത്തിലേക്കാണ് എഴുന്നള്ളത്ത് സംഭവിച്ചത്. അങ്ങനെ ഒരുക്കിയ എല്ലാ രാജ്യങ്ങളിലുമുള്ള എൻ്റെ സന്താനങ്ങളെ ഞാൻ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ട ഐശ്വര്യവും നന്മയും ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ.
മസ്കറ്റിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അവിടെയും 12 മണിക്കൂർ നേരം സ്തുതി നടത്തി. അതുപോലെ സിംഗപ്പൂരിൽ അതുകൂടാതെ ഇന്നലെ ഓൺലൈനായിട്ട് ഒരു പ്രാർത്ഥനാ യോഗം സംഘടിപ്പിച്ചു. അതിലും അനേകം ആളുകൾ പങ്കെടുത്തു. അങ്ങനെ ഉന്നതമായ നിലയിൽ ഇതെല്ലാം ഒരുക്കി, ഇതെല്ലാം നടത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ കരുണാവാരിധിയെ എങ്ങനെ വർണ്ണിച്ചിടും ആത്മനാഥ അങ്ങേ ഞാൻ, നിന്നുടെ വർണ്ണനങ്ങൾ ഈ ലോകവാസകലം, ഈ ലോകവാസകലം നിന്നുടെ വർണ്ണനമാണ്. അതിനെ വർണ്ണിക്കുവാനുള്ള ഭാഷകളില്ല. ഭാഷകളൊന്നും അതിൽ തത്തുല്യമാകയില്ല. പിന്നെന്ത് ചെയ്യും? വർണ്ണിക്കാൻ ഒരു നിർവാഹവുമില്ല. എങ്കിലും കീർത്തനങ്ങൾ ചൊല്ലിടുവാൻ ശക്തിയില്ലേ നാഥ, എങ്കിലും ഞാൻ ആർത്തിയോടെ കീർത്തിക്കുന്നേ നാഥ, അങ്ങനെ ആർത്തിയോടെ സ്തുതിക്കുന്ന, നന്ദിയോടെ നമിക്കുന്ന സർവർക്കുമായി ജഗദീശ്വരൻ എന്നും പ്രത്യക്ഷമായി നിന്ന് ഈ ആനന്ദകർമ്മങ്ങൾ ലോകമുള്ള നാൾ വരെയും നടത്തി തരുമാറാകട്ടെ. ഇതിൻ്റെ സൽഫലം, ഈ സങ്കല്പ പ്രാർത്ഥനയുടെ സൽഫലം ഉന്നതമായ വ്രതമനുഷ്ഠിക്കുവാനുള്ള ആത്മവീര്യമായും ഉന്നതമായ മഹാതീർത്ഥാടനത്തിൻ്റെ ആനന്ദത്തിനായും മഹാശക്തി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. അവതാരമായി ഗുരു അവതാരമായി, അവതാരമായി ഗുരു അവതാരമായി, കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി, കലിയുഗേ അവതാരമായി ഗുരു അവതാരമായി, കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി, കലിയുഗേ നിഷ്കളങ്ക ജ്ഞാനം ഓതി തന്നു, നിഷ്കളങ്ക ജ്ഞാനം ഓതി തന്നു, നിഷ്കളങ്ക ജ്ഞാനം ഓതി തന്നു, നിഷ്കളങ്ക ജ്ഞാനം ഓതി തന്നു, നിഷ്കളങ്കരാക്കി തീർത്തിടുന്നു, നിഷ്കളങ്കരാക്കി തീർത്തിടുന്നു, നിഷ്കളങ്ക ജ്ഞാനം ഓതി തന്നു, നിഷ്കളങ്ക ജ്ഞാനം ഓതി തന്നു, നിഷ്കളങ്കരാക്കി തീർത്തിടുന്നു, അവതാരമായി ഗുരു അവതാരമായി, കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി, കലിയുഗേ കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി, കലിയുഗേ നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗിയുടെ അവതാരമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗിയുടെ തിരോധാനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ അനുഭവം പരിപൂർണമായ അവസ്ഥയിൽ ആത്മാവിലേക്ക് ആവിർഭവിച്ചാലാണ് ആനന്ദം. പരിപൂർണമായ അവസ്ഥയിലേക്ക് ആത്മാവിലേക്ക് ആവിർഭവിച്ചാലാണ് ആനന്ദം. നിങ്ങളുടെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുന്നു,
നമ്മുടെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുന്നു, ശ്രവണേന്ദ്രിയങ്ങൾ കൊണ്ട് കേൾക്കുന്നു, ശ്രവണേന്ദ്രിയങ്ങൾ കൊണ്ട് കേൾക്കുന്നു, മറ്റു പലതും നിങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. മറ്റു പലതും നമ്മളിൽ നിന്ന് ഇപ്പോൾ സ്വീകരിക്കുന്നു. ഈ സ്വീകരിക്കുന്നതെല്ലാം അറിവാണ്. ഈ സ്വീകരിക്കുന്നതെല്ലാം അറിവാണ്. ഈ അറിവിനെ ഈ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് അത് അകക്കാമ്പിൽ എത്തിച്ച്, 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് അതിനെ അകക്കാമ്പിൽ എത്തിച്ച്, ഉന്നതമായ നിലയിൽ അതിനെ ചിന്തിച്ച്, കർമ്മത്തിൽ എത്തിച്ചെങ്കിലേ നിങ്ങൾ അത് അനുഭവമായി വരികയുള്ളൂ. കർമ്മത്തിൽ എത്തിച്ചെങ്കിലേ നമ്മളിൽ അത് അനുഭവമായി വരികയുള്ളൂ. പലർക്കും അത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പലർക്കും അത് ചിന്തിക്കുവാൻ പോലും ചിന്തിച്ച് അതിന്റെ പരിപൂർണ രൂപത്തെ ആത്മാവിലാക്കി എടുക്കുമ്പോഴാണ്, ചിന്തിച്ചതിന്റെ പരിപൂർണ രൂപത്തെ ആത്മാവിലാക്കി എടുക്കുമ്പോഴാണ് കർമ്മത്തോട് ബന്ധിച്ചതിൽ അനുഭവമാക്കി എടുക്കാൻ കഴിയുന്നു. കർമ്മത്തോട് ബന്ധിച്ചതിനെ അനുഭവമാക്കി എടുക്കുവാൻ. അറിവും കർമ്മവും ഇല്ലാതെ അനുഭവമില്ല. അറിവും കർമ്മവും ഇല്ലാതെ അനുഭവമില്ല. അറിവാണ് ഗുരുനാഥൻ നൽകുന്നത്. അറിവാണ് ഗുരുനാഥൻ നൽകുന്നത്. അവതാരം അറിയിക്കുന്ന അറിവുകളൊക്കെയും ആത്മാവിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഉള്ളതാണ്. അവതാരം അറിയിക്കുന്ന അറിവുകളൊക്കെ ആത്മാവിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉള്ളതാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സങ്കല്പ പ്രാർത്ഥനയിൽ നിങ്ങൾ അനുഭവിച്ച ആനന്ദം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സങ്കല്പ പ്രാർത്ഥനയിൽ നമ്മൾ അനുഭവിച്ച ആനന്ദം. ഈ വർഷം ഈ 12 വെള്ളിയാഴ്ച വ്രതവും അതിന്റെ സമാപനമായി നടക്കുന്ന തീർത്ഥാടനവും ആനന്ദമായി നടത്തിത്തരണമേ എന്ന സങ്കല്പത്തോടുകൂടി നടത്തിയ സങ്കല്പ പ്രാർത്ഥന, എല്ലാ ഇടങ്ങളിലും അതിൻ്റെതായ ആനന്ദത്തോടുകൂടി നടത്തപ്പെട്ടു എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. ഈ ഉന്നതനാകുന്ന ദൈവം അറിയിച്ച അറിവാണ് അതിന് നിദാനമായി നിന്ന് പ്രവർത്തിച്ചത്. നാലാം ശരീരത്തിൽ വാഴുന്ന സമയത്ത് ഇപ്രകാരം ഒരു നിയമത്തെ പാസാക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? വീണ്ടും വീണ്ടും ആത്മാക്കളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആ ശക്തിപ്പെടുത്തലിലൂടെ ഒരു കർമ്മം പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ ഉപയോഗിക്കുന്ന ചില സാധന സാമഗ്രികൾ, ഉദാഹരണത്തിന് ഇപ്പൊ പിച്ചാത്തിയാണെന്നിരിക്കട്ടെ, അത് കറിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്പം മൂർച്ച കുറഞ്ഞു എന്ന് തോന്നിയാൽ കർഷണമുള്ള എന്തിലെങ്കിലും ഇട്ടൊന്ന് ഉരസും. ഒരുപക്ഷെ അത് അരകല്ലയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു പിച്ചാത്തിയിലായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു തടിയിൽ കുറച്ച് മണൽത്തരി വിതറിയിട്ടായിരിക്കും. ഇങ്ങനെ ഒന്നും ഒരു കർഷണമുള്ളിടത്തോട്ടൊന്ന് ഉരസി എടുക്കുമ്പോൾ അറിയാവുന്നവർ വേണ്ട വിധത്തിൽ ഉരസണം, അല്ലെങ്കിൽ ഉള്ള മൂർച്ച കൂടെ പോകും. അവിടെയും അറിവിന്റെ പ്രാധാന്യം അവിടെയും ഉണ്ട്. അങ്ങനെ ഉരസി എടുക്കുമ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ മൂർച്ചയുള്ളതായി അതിന് അനുഭവമാകും. അപ്പൊ ഈ മൂർച്ച എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. ഈ വ്രതം എടുക്കുമ്പോഴും അതാണ് അത്യാവശ്യം. സത്യവും ധർമ്മവും പൂർത്തീകരിക്കുവാനുള്ള നിർബന്ധമാണ് വ്രതം. ആ നിർബന്ധം ഉണ്ടെങ്കിലേ വ്രതം എടുക്കാൻ കഴിയുള്ളൂ. ആ നിർബന്ധത്തോടുകൂടി അനുഷ്ഠിക്കേണ്ടുന്ന ഈ 12 വെള്ളിയാഴ്ച വ്രതം, അതിലും പല വിധത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടായപ്പോൾ ആ ദാപത്തിലേക്കും അനർത്ഥത്തിലേക്കും പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് വീണ്ടും ഒരു പുതിയ നിയമം കൂടി ചേർത്തു. ഒരു മുന്നൊരുക്ക പ്രാർത്ഥന, ഏകദിന സങ്കല്പ പ്രാർത്ഥന. എന്തിനു വേണ്ടി? ഹൃദയം ഒരുങ്ങുവാൻ വേണ്ടിയാണ്. അടുത്ത ആഴ്ച മുതൽ 12 വെള്ളിയാഴ്ച വ്രതം ആരംഭിക്കുന്നു. ഇതിന്റെ സമാപനമായ തീർത്ഥാടനം വരുന്നു. അതിന് ഒരുങ്ങേണ്ടതിന്റെ ആവശ്യമാണ് എന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് ആലോചിക്കാനല്ല, കൂട്ടം ചേർന്നിരുന്ന് ഭഗവത് നാമം സ്തുതിച്ചുകൊണ്ട് ആലോചിക്കുവാനും അതിനെപ്പറ്റി തീരുമാനിക്കുവാനുമുള്ള ഒരു സന്ദർഭമാണ് ഒരുക്കി തന്നത്. ഒരു സന്ദർഭമാണ് ഒരുക്കി തന്നത്. ആ സന്ദർഭമാണ് ഏകദിന സങ്കല്പ പ്രാർത്ഥന. അപ്പൊ ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും അതിനെപ്പറ്റി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യും. അല്ലാതെയുള്ള സമയത്തായാലും പരസ്പരം അതിനെപ്പറ്റി പറയും. അപ്പൊ ആ വിധത്തിലുള്ള ചിന്തയും വാക്കും കർമ്മവും എല്ലാം അതിൽ ഉൾപ്പെടുകയാണ്. ആ ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ 12 വെള്ളിയാഴ്ച വ്രതം ആരംഭിക്കുന്നത് തന്നെ. അതിൽ നിന്ന് തന്നെ
നിങ്ങൾക്ക് മനസ്സിലാകാം എത്രത്തോളം പ്രാധാന്യമുണ്ട് 12 വെള്ളിയാഴ്ചയ്ക്കെന്ന്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എത്രത്തോളം പ്രാധാന്യമുണ്ട് 12 വെള്ളിയാഴ്ചയ്ക്ക്. അല്ലാതെ തന്നെ നിങ്ങൾ ബോധ്യപ്പെടേണ്ടവരാണ്. എന്തുകൊണ്ട്? സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് നിയമമാണ്. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമമാണ് പാലിക്കുന്നത്. ഞങ്ങൾ പാസാക്കിയ നിയമമാണ് പാലിക്കുന്നത്. സർവശക്തി പ്രത്യക്ഷമായി വന്നതായ സമയത്ത് പാസാക്കിയ നിയമമാണ് പാലിക്കുന്നത്. ഞങ്ങൾ പാസാക്കിയ നിയമമാണ് പാലിക്കുന്നത്. ഇത് ഓരോ ഹൃദയത്തിൽ ഓർമ്മയുണ്ടാവേണ്ടതാണ്. അതങ്ങനെയാണ്. ദൈവം തന്നെ പാസാക്കിയതാണ് എന്ന് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. വെറുതെ കൈവെക്കരുത്. എന്ത് പറഞ്ഞാലും കൈവെക്കരുത്. ഒന്ന് ചിന്തിച്ചിട്ട് വേണം കൈവെക്കാൻ. അത് സത്യമാണോ? പൂർണ്ണമായും ദൈവം പാസാക്കിയതാണോ? എന്താണ് കാരണം? അങ്ങനെ ഉറപ്പ് പറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഉറപ്പ്? 12 വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആപത്തൊന്നും കൂടാതെ ആനന്ദിക്ക ആത്മാക്കൾ. ഉന്നതമായി വ്രതമെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രത്യേക ഒരു ആനന്ദാവസ്ഥയാണ്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഈ വ്രതമെടുക്കുന്ന സമയത്ത് പരസ്പരം കാണുമ്പോൾ തന്നെ ഒരു ഭയമാണ്. എങ്ങനെയുള്ള ഭയം? ആരെങ്കിലും ഈ ശക്തി വർദ്ധിച്ചിട്ട് ഉപദ്രവിച്ചു കളയുമെന്നല്ല. കാരണം വ്രതം എടുക്കുമ്പോൾ ഒരു ശക്തി ഉണ്ടാകുമല്ലോ. ആ ശക്തി വർദ്ധിച്ചിട്ട് പരസ്പരം അറിയാനുള്ള ഒരു അറിവുണ്ടാവുകയാണ്. പക്ഷേ ഈ വ്രതത്തിൽ കൂടി ശക്തി ഉണ്ടാകുന്നെങ്കിലും അത് വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാനുള്ള ബോധം പലർക്കും ഇല്ല. അതാണ് അവതാരവും സാധാരണ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. പലതും കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ മിണ്ടാതിരിക്കുന്നതാണ് അവതാരത്തിന്റെ പ്രത്യേകത. എന്നാൽ ഈ വ്രതമെടുത്ത് ഈ വിധത്തിൽ ശക്തി വർദ്ധിക്കുമ്പോൾ സാധാരണ മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ നീ ഇന്നലെ ഒരു കാര്യം ചെയ്തല്ലോ, അപ്പോൾ ഈ ആൾ നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ എനിക്കിപ്പോൾ അറിയാം, ഞാൻ 12 വെള്ളിയാഴ്ച വ്രതം എടുത്തോണ്ടിരിക്കുക. അപ്പൊ ആ ഉൾക്കാഴ്ച ഉണ്ടാവുകയാണ്. ഉൾക്കാഴ്ച ഉണ്ടായാലെല്ലാം അറിവാകും. ഉള്ള സത്യം ഉള്ള പോലെ ഉൾക്കാമ്പൽ അറിയുവാനുള്ള ഉൾക്കാഴ്ച ഈ വ്രതം എടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഉന്നതന്മാരായ സന്താനങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ സംസാരിച്ച സന്ദർഭങ്ങളുണ്ട്. ഇപ്പോ അത്രത്തോളമൊക്കെ ഉയർന്നവർ വളരെ കുറവാണ്. എന്തുകൊണ്ട്? ബാഹ്യമായ കാര്യങ്ങൾ അനവധി വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രാർത്ഥന നടത്തുന്ന കാര്യത്തെ പറ്റി ആലോചിച്ചപ്പോ, ഒരു സഭയുടെ കാര്യം ആലോചിച്ചപ്പോ ഒരു വളരെ ദൂരത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ തിരിച്ചുള്ള യാത്ര ദുഷ്കരമാണ്. രാത്രി കാലങ്ങളിൽ സ്ത്രീകളൊക്കെ തിരിച്ച് അത്രയും അസമയത്ത് സഞ്ചരിക്കുക എന്ന് പറയുന്നത് അപകടമാണ്. അപ്പൊ പ്രാർത്ഥന നടക്കുന്ന വീട്ടിലോ അയലത്തുള്ള വീട്ടിലോ ഒക്കെ പോയി കിടന്നുറങ്ങുക, എന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്, പല ഭവനങ്ങളിലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കിടക്കുമ്പോ ഇപ്പോ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോ പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. അന്ന് ആരാധനയ്ക്ക് പോകുന്ന ആളിന് എങ്ങനെങ്കിലും കഷ്ടിച്ചൊരു ദക്ഷിണ ഇവിടെ വെക്കാനുള്ളത് ഒപ്പിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അത് ചിലപ്പോൾ 1 പൈസ ആയിരിക്കും, 2 പൈസ ആയിരിക്കും, അല്ലെ 10 പൈസ ആയിരിക്കും. അതുകൊണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആളിന് ഈ ഉടുത്തിരിക്കുന്ന മുണ്ടുടുപ്പല്ല വേറെ ഒന്നുമില്ല. ഇപ്പോഴോ
ഈ ആള് ചെന്ന് കഴിഞ്ഞാൽ കഴുത്തേലൊന്ന്, കാലേലൊന്ന്, പിന്നെ കയ്യിലിരിക്കുന്ന മൊബൈൽ അതിനേക്കാൾ വിലയുള്ളത് എന്ന് വേണ്ട, എല്ലാം വിലപിടിപ്പുള്ളതാണ്. അങ്ങനെ വിലപിടിപ്പുള്ള കുറെ സാധനങ്ങളുമായിട്ട് ഒരാൾ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടുകാരനെ സംബന്ധിച്ച് അതൊരു ഒരു പ്രശ്നം തന്നെയാണ്. ഈ കഴുത്തേ കിടക്കുന്ന മാലയും കാണാൻ ഊരി തലേണയുടെ അടിയിലോട്ടൊന്ന് പോയാൽ മതി, കാര്യം തീർന്നു. ആരും എടുത്തോണ്ട് പോകണമെന്നില്ല. ഊരി ഉറക്കത്തിൽ ഊരി തലേണ അടിയിലോട്ട് പോയി. രാവിലെ എണീറ്റ് മാലയിൽ അയ്യോ എന്റെ മാല ആരണ്ട് പൊട്ടിച്ച് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ പലതും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ അപ്പൊ മനുഷ്യന് ബാഹ്യമായ വിലകൾ വർദ്ധിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇടുക്കത്തിലും ഞെരുക്കത്തിലും ഒക്കെ കഴിയാൻ ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥന നടത്തുന്ന വീട്ടുകാർക്കായാലും ഇങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഉൾക്കൊള്ളുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതൊക്കെയാണ് അതിന്റെ കാരണം. കാരണം ആർക്കായാലും അതൊരു പ്രയാസമായി വരും. കാരണം ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരാൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ അത് വളരെയേറെ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് പ്രാർത്ഥനയ്ക്ക് വാ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രാത്രി തന്നെ വീട്ടിലോട്ട് പോയിട്ടെന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പൊ പ്രശ്നമില്ലല്ലോ. മറ്റ് ചിന്താ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ആവശ്യമില്ലാത്ത ഉത്കണ്ഠകളില്ല. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ ആളിന്റെ മാല വല്ലവരും എടുത്തോണ്ട് പോവോ വളയ ആരെങ്കിലും എടുത്തോണ്ട് പോവോ എന്ന് ഓർത്തുകൊണ്ട് വീട്ടുകാരനിരിക്കേണ്ട അവസ്ഥ വന്നാൽ അതൊരു പ്രശ്നമല്ലേ? അത് ആ ഉത്കണ്ഠ ഒരു വലിയ ഒരു പ്രശ്നമാണ്. പ്രാർത്ഥന ആശ്വാസത്തിന് വേണ്ടി നടത്തിയതാണ്. ആ ആനന്ദത്തിൽ കിടന്നുറങ്ങേണ്ട വീട്ടുകാരൻ ഈ ഉത്കണ്ഠകളുമായി ഉറങ്ങിയാൽ അദ്ദേഹത്തിന് അതിൻ്റെതായ സുഖം ഉണ്ടാവുകയില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആളിനെ അയച്ചു. എങ്കിലും അതൊരു ഒരു നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും ഇവിടെ ആരാധനയ്ക്ക് വരുമ്പോഴും സ്തുതികൾക്ക് വരുമ്പോഴും ഒക്കെ ഇത്രയും വിലപിടിപ്പുള്ളതും ഒക്കെ ആയിട്ട് നമ്മൾ വരേണ്ട ആവശ്യമുണ്ടോ? ആ കഴിഞ്ഞ ശരീരത്തിലിരിക്കുമ്പോൾ വളരെ നിർബന്ധമായി ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുവന്ന് നിങ്ങളുടെ സൗന്ദര്യം കാണാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ സൗന്ദര്യം കാണാനാണ് ഞാൻ ഇരിക്കുന്നത്. ആ ഹൃദയത്തിൽ വാഴുന്ന ഈശ്വരൻ ഹൃദയ നൈർമല്യത്തെ നിർമ്മലമാം ഹൃദയത്തെ നിർമ്മിച്ചതും ദൈവമല്ലോ. നിർമ്മല സ്വീകരിക്കുന്നത്. അപ്പോ ചില ആളുകൾ വിചാരിക്കും അമ്പൂറ്റിങ്ങിനൊക്കെ പറയണ്ട 3 മാലയും 4-5 മോതിരവും ഇതൊക്കെ ഇട്ടുകൊണ്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്, എന്നിട്ടാണോ ഈ ന്യായമൊക്കെ പറയുന്നത്? ചില ആളുകൾ ചിന്തിച്ചേക്കാം. സത്യമേ സത്യം, എനിക്കിതൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല. ഈ സ്ഥാനത്ത് വരുന്നതിന് മുമ്പ് ഈ ശരീരത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള വസ്തുക്കൾ വല്ലതും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് എന്റെ ഭക്തസന്താനങ്ങൾ പലവിധത്തിലുള്ള ആവശ്യങ്ങളെ സാധിക്കുന്നതിന് വേണ്ടി പലവിധ നേർച്ചകളായി കൊണ്ടുവരുന്ന സ്വർണ്ണാഭരണങ്ങൾ, അതിന്റെ അളവനുസരിച്ച് അതിന്റെ തൂക്കമനുസരിച്ചൊക്കെ ചിന്തിച്ചാൽ ഞാൻ ഇത്രയൊന്നും ധരിച്ചാൽ പോരാ. കാരണം അത്രത്തോളം എന്റെ സന്താനങ്ങൾ കൊണ്ടുവന്ന് അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഓരോ ക്ഷേത്രങ്ങളിൽ ആ വിഗ്രഹങ്ങളിലും അതുപോലെ ശിലകളിലും ഒക്കെ കൊണ്ടുവന്ന് എത്രയോ നേർച്ചകൾ അർപ്പിക്കുന്നു. ആ കിലോ കണക്കിന് സ്വർണ്ണമൊക്കെയാണ് ഓരോരുത്തർ കൊണ്ടുവന്ന് അർപ്പിക്കുന്നത്. ആ അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊന്നും ആരും ആരോടും പറയാറില്ല. ഞാൻ ഈ നേർച്ച വാങ്ങിക്കുന്ന അനുസരിച്ച് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചേനെ എന്നാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. കാരണം ഈ മഹാഗോപുര നിർമ്മാണം
ആരംഭിച്ചതിന് ശേഷം മഹാഗോപുര നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം എൻ്റെ ഭക്തസന്താനങ്ങൾ, വിശേഷിച്ച് ഭക്തകൾ എന്തെല്ലാം ആഭരണങ്ങളാണ് അവരുടെ ശരീരത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പോലും പലതും കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് ഇത് ഗോപുരത്തിന് വേണ്ടിയാണ് ഭഗവാൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ അർപ്പിച്ചിരിക്കുന്നു. ആ നിലയിൽ സൂക്ഷിച്ചിരിക്കുന്നതൊക്കെ ഞാൻ എടുത്ത് ധരിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ കുറച്ചു പേർക്കെങ്കിലും കാണണം, അറിയണമെന്നൊക്കെ വിചാരിച്ചതൊക്കെ ധരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിനോടൊന്നും വലിയ ആർത്തിയോ താല്പര്യമോ ഉള്ള ഒരാളല്ല ഞാൻ. കാരണം ഇതൊന്നും കൊണ്ട് എന്നെ അളക്കാൻ പറ്റുന്നതല്ല. ഇതൊന്നും കൊണ്ട് എന്നെ അളക്കാൻ പറ്റുന്നതല്ല. ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ഭക്തന്മാരുടെ ഹൃദയമാണ്. ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയത്തിൽ എഴുന്നള്ളിടും. അപ്രകാരം നിഷ്കളങ്ക ഹൃദയങ്ങളെ ഒരുക്കുവാനാണ് 12 വെള്ളിയാഴ്ച വ്രതം സ്ഥാപിച്ചിരിക്കുന്നത്. ആപത്തനർത്ഥങ്ങളില്ലാതെ, മായാബന്ധങ്ങളില്ലാതെ, ദുഃഖദുരിതങ്ങളില്ലാതെ ആത്മലോകം ആനന്ദിക്കുവാൻ വേണ്ടി ആത്മനാഥൻ സ്ഥാപിച്ച നിയമമാണ് 12 വെള്ളിയാഴ്ച വ്രതം. സർവദോഷം തീരുവാൻ, സർവശാന്തി കാണുവാൻ, സർവദോഷം തീരുവാൻ, സർവശാന്തി കാണുവാൻ, സർവദോഷം തീരുവാൻ, സർവശാന്തി കാണുവാൻ, സർവദോഷം തീരുവാൻ, സർവശാന്തി കാണുവാൻ, സർവശക്തി പാസാക്കിയ 12 വെള്ളിയാഴ്ച, സർവദോഷം തീരുവാൻ, സർവശാന്തി കാണുവാൻ, സർവശക്തി പാസാക്കിയ 12 വെള്ളിയാഴ്ച, സർവദോഷം തീരുവാൻ, സർവശാന്തി കാണുവാൻ, സർവദോഷം തീരുവാൻ.
സർവശക്തി പാസാക്കിയ 12 വെള്ളിയാഴ്ച, സർവശക്തി പാസാക്കിയ 12 വെള്ളിയാഴ്ച. സർവശക്തി പാസാക്കിയത് കൊണ്ടാണ് ഇതിന്റെ പരിപൂർണ ഫലമാകുന്ന ആനന്ദം ലഭിക്കുന്നത്. സർവശക്തി പാസാക്കിയത് കൊണ്ടാണ് ഇതിന്റെ പരിപൂർണ ഫലമായ ആനന്ദം നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ ലഭിക്കുന്നത്. ഇവിടെ നിന്ന് ഈ മൈക്കിക്കൂടി ഇങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ പറയാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല. കാരണം ഇത് പരിപൂർണമായി അനുഷ്ഠിച്ചുകൊണ്ടല്ല ഈ ചൂടുമൊക്കെ ആയിട്ട് ആളുകൾ വരുന്നത്. ആണോ? അങ്ങനെ ഒരാളിന് ധൈര്യമായിട്ട് ഞാൻ അമ്പറ്റി പറഞ്ഞ പോലെ എല്ലാം അനുഷ്ഠിച്ചുകൊണ്ടാണ് വന്നതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? അതിനെ അതിൻ്റെതായ നിലയിൽ അറിയുവാനുള്ള ഒരു ശ്രമം ആത്മാക്കളിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പട്ടിണിയും പരിവട്ടവുമായി സർവാശ്രയമായി ദൈവം മാത്രമേ ഉള്ളൂ എന്ന് കരുതി ജീവിച്ച സമയത്ത്, അന്ന് വീടിനെ കുറിച്ച് ചിന്തയില്ല, ഭാര്യയെ കുറിച്ച് ചിന്തയില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ചിന്തയില്ല, മക്കളെ കുറിച്ച് ചിന്തയില്ല, വീട്ടിലിരിക്കുന്ന ഉപകരണങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് ചിന്തയില്ല, കഴുത്തിൽ കിടക്കുന്ന ആരെങ്കിലും മോഷ്ടിക്കുമോ എന്ന് ചിന്തയില്ല. എന്തുകൊണ്ട് ചിന്തയില്ല? ഇതൊന്നും അന്നില്ലായിരുന്നു. ഈശ്വരന്റെ കാരുണ്യത്താലും ത്യാഗകർമ്മത്താലും ഇതെല്ലാം ഉണ്ടായി വന്നപ്പോൾ ഈശ്വരനാമം സ്തുതിക്കുവാനും ഈശ്വര ഇഷ്ടം ചെയ്യുവാനും ഇപ്പൊ സമയമില്ലാതായി. അതുകൊണ്ട് തന്നെ ഇത് പരിപൂർണമായി ആരും അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നിങ്ങളിൽ ആനന്ദം എത്തുന്നുണ്ട്. അതാണ് പലർക്കും ഈ അഹങ്കാരം വർദ്ധിക്കുന്നതിന് കാരണവും. ഇങ്ങനെയൊക്കെ എടുത്തിട്ടും എനിക്ക് ആനന്ദം ഉണ്ടാകുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? ഉരുകി 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 എൻ്റെ സന്താനങ്ങൾ എന്ന് ചിന്തിക്കാൻ ഒരു ഹൃദയം ഈ ലോകത്തിൽ അവതാരമായി നിൽക്കുന്നത് കൊണ്ടാണ്. ഈ കാരുണ്യ ഹൃദയത്തെ നിങ്ങൾ അറിയണം. ഈ കാരുണ്യ ചിന്തകളെ നിങ്ങൾ അറിയണം. മഹാകാരുണ്യത്തെ നിങ്ങൾ അറിയണം. അതാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. പക്ഷേ അവിടേക്ക് കൂടുതൽ ഭാരമേൽപ്പിക്കാതെ, അവിടേക്ക് കൂടുതൽ ദുഃഖമേൽപ്പിക്കാതെ അറിയിച്ച അറിവിനെ സ്വീകരിച്ച് ഞാൻ ജീവിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്കും സുഖം, എനിക്കും സുഖം, ആർക്കും സുഖം. അങ്ങനെ ലോകത്തിന് തന്നെ സുഖമായി വരും. അങ്ങനെ സുഖമറിയുന്ന അറിവ് ആത്മാവിൽ സ്വീകരിച്ച് സുഖം അനുഭവിക്കുവാൻ സുഖസ്വരൂപനോട് ചേർന്ന് നിങ്ങൾ ജീവിതം ചെയ്യുക. നിങ്ങൾ ഈ ലോകത്തിൽ കരുതുന്നത് ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. നിങ്ങൾക്ക് കരുതാനായുള്ളത് ഒന്നേ ഉള്ളൂ, ഈ ആത്മജ്ഞാനമാണ്. അത് നിങ്ങൾ ദേഹം ഉപേക്ഷിച്ച് പോയാലും നിങ്ങളുടെ ആത്മാവിനോടുകൂടി സഞ്ചരിക്കുന്നതാണ്. കാരണം ആത്മാവെന്ന നിത്യവസ്തു അത് ജ്ഞാനരൂപമാണ്. ജ്ഞാനം മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ. അജ്ഞാനത്തിൽ പെട്ടുപോയത് കൊണ്ടാണ് ഇത് ദുഃഖിക്കുന്നത്. ആ അജ്ഞാനം മുഴുവൻ കഴുകിക്കളഞ്ഞത് ജ്ഞാനരൂപമാക്കി തീർക്കുവാനാണ് അവതാരം വന്ന് ഈ പ്രയാസപ്പെടുന്നത്. അതുകൊണ്ട് ജ്ഞാനം ഗ്രഹിക്കുക, ജ്ഞാനം ഗ്രഹിക്കുക, ജ്ഞാനികളാകുക ആത്മാക്കളെ.
വന്നുദിച്ചു.
അറിവാണ് അല്ലെങ്കിൽ ജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനം ഗ്രഹിച്ച് കർമ്മത്തിൽ കൂടി പ്രാപ്തരായി തീർന്നാൽ എങ്ങോട്ട് തിരിഞ്ഞാലും പിന്നെ ആനന്ദമേ ഉള്ളൂ. അങ്ങനെയുള്ളവരാണ് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും ഗുരുവിന്റെ പൊന്മുഖം മാത്രം കാണാമെന്ന് പാടുന്നത്. എന്തുകൊണ്ട്? അവരുടെ ഹൃദയം ആനന്ദം കൊണ്ട് അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അവർക്ക് അന്യമായിട്ടൊന്നുമില്ല, അന്യഥാ ചിന്തയില്ല. ആരും അവർക്ക് അന്യരല്ല. എവിടെ നോക്കിയാലും ഗുരുവിനെ അല്ലാതെ ഒന്നും അവർ കാണുകയില്ല. ആ അവസ്ഥയിലേക്ക് ഹൃദയം ഒരുക്കപ്പെടണമെങ്കിൽ വ്രതമെടുക്കുക. വ്രതമെടുക്കുവിൻ കലി എന്ന് പറയുന്നത് ആരെയാണ്? കലി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരുപാട് കൈയും ഒരുപാട് കാലും ഒക്കെ ഉള്ള കറുത്ത ആരെങ്കിലും ആണോ? കലിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നൊക്കെ സാഹിത്യകാരന്മാർ എഴുതാറുണ്ട്. അങ്ങനെ വലിയ രൂപമുള്ള ഏതെങ്കിലും ഒരു വസ്തുവാണോ ഈ കലി എന്ന് പറയുന്നത്? അല്ല, വളരെ വ്യക്തമായി പറഞ്ഞു. കള്ളമല്ല കലി, അജ്ഞാന കൂരിരുട്ടക്രമമേറുന്ന മർത്യലോകം. ആരാ കലി? എവിടാ ഇരിക്കുന്നേ? അവരവരിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ കലിയെ മാറ്റാനാണ് കളങ്കരഹിതമായ ജ്ഞാനം നിന്നിലേക്ക് ഇത്ര നിർബന്ധപൂർവമായി അടിച്ചേൽപ്പിക്കുന്നത്. കളങ്കമെല്ലാം ധ്വംസനം ചെയ്യുവാൻ ഈ ജ്ഞാനായുധമല്ലാതെ ഒരു മാർഗവുമില്ല. ആ നിഷ്കളങ്ക ജ്ഞാനായുധം ധരിച്ചുകൊള്ളുക. ഖഡ്ഗവതാരമായി വന്ന് അറിയിക്കുന്ന
അറിയിക്കുന്ന ഈ സർവജ്ഞാനത്തെ ആ പരിപൂർണ ഭക്തിയോടെയും ആദരവോടെയും നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതം ചെയ്താൽ പരിപൂർണമായ സുഖവും പരിപൂർണമായ ശാന്തിയും പരിപൂർണമായ മോക്ഷവും ഈ ലോകത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് അനുഭവമാകും. സത്യം സത്യം സത്യം. പരിപൂർണമായ സുഖവും പരിപൂർണമായ ശാന്തിയും പരിപൂർണമായ മോക്ഷവും ഈ ലോകത്തിൽ വെച്ച് നമുക്ക് അനുഭവമാകും. ഈ ലോകത്തിൽ ഈ ശരീരത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും എനിക്ക് മോക്ഷം ലഭിച്ചു എന്ന്. എന്തുകൊണ്ട്? നിങ്ങളിൽ പരിപൂർണ മോക്ഷം അനുഭവിച്ചുകൊണ്ട് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ അറിവിൽ കൂടി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നത്. അത് നിഷ്കളങ്കം എന്താണെന്നോ നിഷ്കാമകർമ്മം എന്താണെന്നോ അറിയാത്തവർക്ക് ആർക്കും അത് സാധിക്കുകയില്ല. എന്റെ സന്താനങ്ങൾ പലരും ഈ നിയമത്തെ ആദരപൂർവ്വം സ്വീകരിച്ച് ജീവിതം ചെയ്ത് മരണസമയം എടുക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നവരോട് പറയും ഇത്ര സമയത്തിനുള്ളിൽ ദൈവദൂതന്മാരുടെ എത്തും. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നിമിഷങ്ങൾക്കുള്ളിൽ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് അറിയിച്ച അനേകം സന്താനങ്ങളുണ്ട്. ആ കാഴ്ച അവർക്ക് കൊടുത്തത് ഈ അറിവിൽ കൂടിയുള്ള ജീവിതമാണ്. അവർക്ക് മരണഭയമില്ല, അവർക്ക് മരണ ദുഃഖമില്ല. എന്തുകൊണ്ട്? അവർക്ക് ഉറപ്പുണ്ട് അവർ പോകുന്നത് ദൈവസന്നിധിയിലേക്കാണ്. ആ ഉറപ്പ് കൊടുക്കുവാൻ കാരണമായത് ഈ അറിവും ഈ ഗുരുവും ഈ ആദർശവുമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങൊത്തൊരുമിച്ച് ആദർശത്തിൽ ജീവിച്ചിടാം. നമുക്ക് അങ്ങൊത്തൊരുമിച്ച് ആദർശത്തിൽ ജീവിച്ചിടാം. അജ്ഞാനമാകെ മാറ്റി ആനന്ദമായി വാഴാം. ഈ ലോകത്തിൽ നമ്മൾ വന്നതല്ലേ, ഈ ലോകം വിട്ടു നമ്മൾ പോകേണമേ. പോകും മുൻപേ നമ്മൾ കരുതേണ്ടത് ആത്മാവിന്റെ ആനന്ദമെന്നറിയുക. നമുക്കങ്ങൊത്തൊരുമിച്ചു ആദർശത്തിൽ ജീവിച്ചിടാം. അജ്ഞാനമാകെ മാറ്റി ആനന്ദമായി വാഴാം. അജ്ഞാനമാകെ മാറ്റി ആനന്ദമായി വാഴാം. ആത്മലോകം ആനന്ദലോകമാകണമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി കലിയുടെ കരാളഹസ്തങ്ങളിൽ ബന്ധപ്പെട്ട് ജീവിക്കാനല്ല, കളങ്കം കലർന്ന കർമ്മം ചെയ്യാനല്ല, അജ്ഞാനത്തിനും അധർമ്മങ്ങൾക്കും അടിമകളായി ജീവിക്കാനല്ല, സൽഗുരു ഇച്ഛകൾ ചെയ്യുവാനും സൽഗുരുവോടൊത്ത് വാഴുവാനുമാണ് ജന്മം തന്നിരിക്കുന്നത്. അങ്ങനെ ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തോട് ഒത്തുചേർന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗം അനുഭവിച്ച് ദേഹം വിട്ടു പോകുമ്പോൾ യഥാർത്ഥമായ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കവിധം ഈ ലോക കർമ്മങ്ങൾ നിങ്ങൾ പരിശുദ്ധമാക്കിക്കൊള്ളുക. അതിനുവേണ്ടി ഈശ്വരൻ തന്നെ പ്രത്യക്ഷമായി നിന്ന് ഈ ലോകത്തിൽ നിങ്ങൾക്ക് അനുഷ്ഠിക്കുവാൻ ഏറ്റവും ലളിതമായ നിലയിൽ 12 വെള്ളിയാഴ്ച വ്രതത്തെ രൂപീകരിച്ചാണ് കരുണയോടുകൂടി ദാനം ചെയ്തിരിക്കുന്നത്. ആ മഹാകാരുണ്യത്തെ തിരിച്ചറിയുന്നവരാരും ഈ വ്രതം ഉപേക്ഷിക്കുകയില്ല. ഇതിന്റെ വ്രതാനുഷ്ഠാനങ്ങളുടെ കർമ്മഫലമായി ലഭിക്കുന്ന ആനന്ദത്തെ ഓർക്കുന്നവരാരും വ്രതത്തെ ഉപേക്ഷിക്കുകയില്ല. ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ഉപേക്ഷ കൂടാതെ ബന്ധുവാകുന്ന ദൈവത്തെ എന്റെ സ്വന്തമായി കാണണമെന്ന ആഗ്രഹത്തോടുകൂടി ഏക ആഗ്രഹത്തോടുകൂടി
കാത്തു സൂക്ഷിച്ചുകൊള്ളുക. പരമപ്രധാനമായ പഞ്ചശുദ്ധികൾ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. വീടും പരിസരവും എല്ലാം ശുദ്ധി ചെയ്യുക. വീടും പരിസരവും എല്ലാം ശുദ്ധി ചെയ്യുക. വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വസ്ത്രങ്ങളും ശുദ്ധി ചെയ്യുക. വീടിനുള്ളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വസ്ത്രങ്ങളും ശുദ്ധി ചെയ്യുക. ശരീരം സർവദാ ശുദ്ധമായി തന്നെ സൂക്ഷിക്കുക. ശരീരം സർവദാ ശുദ്ധമായി തന്നെ സൂക്ഷിക്കുക. ചിന്തയും വാക്കും കർമ്മവും ശുദ്ധമായി സൂക്ഷിക്കുക. ചിന്തയും വാക്കും കർമ്മവും ശുദ്ധമായി സൂക്ഷിക്കുക. അവരവരുടെ കഴിവിനനുസരിച്ച് ദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കുക. അവരുടെ കഴിവിനനുസരിച്ച് ദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കുക. ഉള്ളവനാകുന്ന ദൈവത്തെ ഉള്ളവനാകുന്ന ദൈവത്തെ എന്റെ ഉൾക്കാമ്പിൽ ഉള്ളതുപോലെ കാണുവാൻ വേണ്ടി എന്റെ ഉൾക്കാമ്പിൽ ഉള്ളതുപോലെ കാണുവാൻ വേണ്ടി ഉൾപ്രകാശമായ എന്റെ ഗുരുനാഥൻ എന്നിൽ വാഴണമേ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. പ്രകാശമായ എന്റെ ഗുരുനാഥൻ എന്നിൽ വാഴണമേ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. ഉൾപ്രകാശം നിങ്ങളിൽ ആവിർഭവിക്കുമ്പോൾ ആ ഉൾപ്രകാശം നമ്മളിൽ ആവിർഭവിക്കും. നിങ്ങളിലുള്ള സർവ്വദോഷങ്ങളും തീർന്ന് നിങ്ങൾ ശാന്തിയായി ഈ ലോകത്തിൽ ജീവിക്കും. നമ്മളിലുള്ള സർവ്വദോഷങ്ങളും തീർന്ന് നമ്മൾ ശാന്തിയായി ഈ ലോകത്തിൽ അങ്ങനെ ശാന്തിയായി ജീവിക്കുവാൻ ശാന്തി ശുഭാനന്ദം നിങ്ങളോടുകൂടി വാഴുമാറാകട്ടെ. ഈ വ്രതമനുഷ്ഠിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും ഓരോ ഭവനങ്ങളെയും ശുഭാനന്ദ പ്രകാശത്തിൽ നിലനിർത്തുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ശുഭാനന്ദ പ്രഭ നിങ്ങളിൽ കാവലായിരിക്കട്ടെ. ശുഭാനന്ദ പ്രഭ നിങ്ങളിൽ ഉള്ളും പുറവുമായി നിലകൊള്ളട്ടെ. യാതൊരു വീഴ്ചയും കൂടാതെ യാതൊരു വിഘ്നങ്ങളും വരുത്താതെ ധീരരായി നിന്നുകൊണ്ട് ആത്മശക്തിയോടുകൂടി നിന്നുകൊണ്ട് ആത്മവീര്യത്തോടുകൂടി നിന്നുകൊണ്ട് 12 വെള്ളിയാഴ്ച വ്രതമെടുക്കുക. ജഗദീശ്വരൻ നിങ്ങളിൽ കാവലായി വാഴുമാറാകട്ടെ. ഈ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ ഇരുമുടിക്കെട്ടുകളുമേന്തി സന്നിധാനത്തിലേക്ക് വന്നു ചേരുമ്പോൾ പരിപൂർണ പ്രശോഭയോടെ ശുഭാനന്ദ അവതാര രൂപത്തെ നിങ്ങളുടെ അകതാരിൽ കാണുവാൻ തക്ക വിധത്തിൽ ആനന്ദ തീർത്ഥാടനം ഞാനിതാ ഒരുക്കിയിരിക്കുകയാണ്. ആനന്ദ തീർത്ഥാടനം ഒരുക്കിയിരിക്കുകയാണ്. ശുഭാനന്ദ തീർത്ഥാടനം ഒരുക്കിയിരിക്കുകയാണ്. അതിൽ ആമഗ്നരാകുവാൻ ആനന്ദിക്കുവാൻ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം മുഴുവൻ ജീവിക്കുന്ന ലോമന സന്താനങ്ങൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിഘ്നങ്ങളും കൂടാതെ ഇവിടെ വന്നു ചേരുവാൻ എല്ലാവരെയും ഈശ്വരൻ ഒരുക്കുമാറാകട്ടെ. അതിന് വേണ്ടുന്നതെല്ലാം ഈ പ്രകൃതിയിൽ ഒരുക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ കാരുണ്യത്താൽ നടത്തപ്പെട്ട സങ്കല്പ പ്രാർത്ഥനയുടെ സൽഫലം തന്നെ ആ അനുഭവം തന്നെ മഹാതീർത്ഥാടനത്തിന്റെ സുഗമമായ ഉന്നതമായ നടത്തിപ്പിന്റെ ഒരു പ്രതീകമാണ്. അതിൽ പങ്കെടുക്കുവാനും അതിന്റെ പരിപൂർണ ഫലം അനുഭവിക്കുവാനും ഈ 12 വെള്ളിയാഴ്ചകളിലായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. എത്ര തീവ്രമായി ഞാൻ ഒരുക്കിയാലും എത്ര പരിപൂർണമായെല്ലാം ഒരുക്കിയാലും ഇവിടെ വന്നു ചേരുവാനും ഇത് അനുഭവിക്കുവാനുമുള്ള ഹൃദയം നിങ്ങളിൽ ഒരുങ്ങിയില്ലെങ്കിൽ ഇതൊന്നും കാണുവാനോ കേൾക്കുവാനോ അറിയുവാനോ അനുഭവിക്കുവാനോ നിങ്ങൾക്ക് കഴിയില്ല. ആ നഷ്ടം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാൻ 12 വെള്ളിയാഴ്ചകളിലായി നിങ്ങൾ പരിപൂർണ പരിശുദ്ധിയോടുകൂടി വ്രതമെടുക്കുക. പരിപൂർണ പരിശുദ്ധനാകുന്ന ദൈവം നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുവവതാരവും മഹാതപസ്സും ലോകത്തിലേക്ക് വിളംബരം ചെയ്യുവാൻ മഹാതപസ്സിന്റെ സ്മരണാർത്ഥം നിർമ്മിക്കുന്ന മഹാഗോപുരം അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ലോകം മുഴുവൻ ഈ സങ്കല്പ പ്രാർത്ഥന നടക്കുമ്പോൾ അതിന്റെ ചിത്രവനത്തിലേക്ക് ഗജരാജനെ പ്രതിഷ്ഠിച്ചു. 12 ഗജവീരന്മാരെയാണ് അതിൽ പ്രതിഷ്ഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഗജരാജനെ അതിലേക്ക് പ്രതിഷ്ഠ ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ളതും ഏറ്റവും വേഗം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നിങ്ങൾ ഉറ്റു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ സഫലമാകുവാൻ ജഗദീശ്വരൻ നിങ്ങളിൽ കരുണ ചൊരിയുമാറാകട്ടെ. ഈ മഹാഗോപുരത്തെയും ഇതിന്റെ നടത്തിപ്പുകളെയും ഇതിന്റെ വർണ്ണനാതീതമായ കാഴ്ചകളെയും കാണുവാൻ തക്ക വിധത്തിൽ ഒരുക്കി നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ
കർത്താവിനെ ആയിരാരോഗ്യ സൗഖ്യത്തോടെ ജഗദീശ്വരൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉന്നതമായ കർമ്മങ്ങളിൽ ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എന്റെ ഓമന കുഞ്ഞുങ്ങളെയും എല്ലാം എപ്പോഴും ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശ്വരൻ കരുതുന്നു. ഉന്നതമായി തന്നെ കരുതട്ടെ, എന്നും ആനന്ദമായി കരുതട്ടെ. ഇന്നേ ദിവസം ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആളാം പ്രതി ദർശിച്ചിരിക്കുകയാണ്. അത് ഞാൻ എന്റെ നാവ് കൊണ്ട് പറയണ്ട, നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. അത്രത്തോളം നിങ്ങളിൽ ആ ദർശനം ഉണ്ടായിരിക്കുകയാണ്. ഇത് നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ജീവിതം ചെയ്തു കൊള്ളുക. ഇനിയും വന്ന് കാണുന്നത് വരെ ഈ ആനന്ദം നഷ്ടപ്പെടുത്താതിരിക്കുക. ഉപരിയായ ആനന്ദത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ കരുതിക്കൊള്ളുക. എല്ലാ നേർച്ചകളും കാഴ്ചകളും ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. ഇന്നേ ദിവസവും സന്താനങ്ങൾ സത്യം സ്വീകരിച്ചിട്ടുണ്ട്. ഈ സത്യത്തിൽ കൂടി ജീവിച്ച് ആദർശധീരരായി നിന്ന് ഈ ആനന്ദത്തിൽ എന്നും ജീവിക്കുവാൻ അവരെ ഈശ്വരൻ കരുതുമാറാകട്ടെ. നടക്കാനിരിക്കുന്ന താരാസ്തുതിയുടെ വ്രതാനുഷ്ഠാനവും ആരംഭിക്കുകയാണ്. താരാസ്തുതിക്ക് വന്ന് ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആ വ്രതം 21 ദിവസം വളരെ കൃത്യമായി അനുഷ്ഠിച്ചിരിക്കണം. ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗമെങ്കിലും പഠിച്ചിരിക്കണം. അപ്രകാരം വരുന്നവരെ താരാസ്തുതിയിൽ ബന്ധിപ്പിക്കുന്നതാണ്. അവർണ്ണനീയമായ പരമാനന്ദത്തിൽ തന്നെ ഈ പ്രാവശ്യത്തെ താരാസ്തുതി നടത്തുവാനായി തീരുമാനിച്ചിരിക്കുകയാണ്. സർവശക്തിയുടെ കാരുണ്യവും അനുഗ്രഹവും ഏവർക്കും അനുഭവമാകുമാറാകട്ടെ. നടക്കാനിരിക്കുന്ന പടയണിപ്പാറ ശാഖാശ്രമ വാർഷികം, കടമ്പനാട് ശാഖാശ്രമ വാർഷികം, ഡൽഹി ശാഖാശ്രമ വാർഷികം എല്ലാം ഉന്നതമായി നടത്തപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടങ്ങളിലെല്ലാം പോകുവാൻ താല്പര്യമുള്ളവർക്ക് കഴിവിന്റെ പരമാവധി ആളുകൾ അവിടെ പോയി അതിലെല്ലാം പങ്കെടുത്തതെല്ലാം വിജയിപ്പിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ്. എല്ലാം ഉന്നതമായി ജഗദീശ്വരൻ നടത്തട്ടെ. അതുപോലെ വളരെ കാലം എന്റെ സന്താനങ്ങൾ ആഗ്രഹിച്ച പ്രകാരം ഈ ശരീരത്തിൽ കൂടി ആത്മലോകത്തിലേക്ക് ഉദയമാക്കിയ കീർത്തനങ്ങൾ പുസ്തകമാക്കി ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പലരും മുൻപേറ് തന്നെ പൈസ കൊണ്ടുവന്ന് എന്നെ നിർബന്ധമായി ഏൽപ്പിക്കുകയുണ്ടായി. എന്നാൽ ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ, മുൻപുള്ളതൊക്കെ കുറച്ച് ഇറങ്ങട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ 9 വാല്യം വരെ നമ്മൾ ഇറക്കി. 10ാമത്തെ വാല്യമായിട്ട് ഈ ശരീരത്തിൽ കൂടി കീർത്തിച്ച് നിങ്ങൾക്ക് തന്ന കീർത്തനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ബുക്ക് സ്റ്റാളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വലിയ വിലയൊന്നുമില്ല, വളരെ തുച്ഛമായ ഒരു വിലയുള്ളൂ. ഇപ്പോഴത്തെ ലോക വ്യാപാരം അനുസരിച്ചുള്ള വിലയൊന്നും അതിനിട്ടിട്ടില്ല. എത്ര തുക ഇട്ടാലും നിങ്ങൾ അത് വാങ്ങിക്കുമെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നിങ്ങളെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് വളരെ തുച്ഛമായ ഒരു വില അതിനിട്ടിട്ടുള്ളൂ. ആവശ്യക്കാർക്ക് അത് വാങ്ങിക്കാം. എന്ത് വാങ്ങിച്ചാലും ഏത് വിധത്തിൽ വാങ്ങിച്ചാലും അതിന്റെ അന്തസാരമായി നിൽക്കുന്ന അറിവിനെ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ആയിരിക്കണം ഇതെല്ലാം വാങ്ങുന്നത്. കൂടുതൽ കൂടുതൽ ആലപിക്കുന്നതോറും ആ അറിവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആക്കുവാൻ നിങ്ങൾ ജീവിതം ചെയ്യണം. അതായത് നിയമം പാലിച്ചുകൊണ്ട് നാം സ്തുതിച്ചെങ്കിലേ അറിവ് അവതാരിൽ ഭവിക്കുകയുള്ളൂ. അല്ലാതെ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഓടിഞ്ഞിട്ട് വന്ന് പുസ്തകം കെട്ടിയെടുത്ത് അങ്ങോട്ട് വായിച്ചാൽ ഒന്നും ഭവിക്കുകയില്ല. ഒന്നും ഭവിക്കുകയില്ല. ഭവിക്കണമെങ്കിൽ എന്ത് വേണം? നിയമത്തിൽ കൂടി പ്രകാശപൂരിതമായ ഒരു ഹൃദയം ഉണ്ടാകണം. നിയമം എന്ന് പറയുന്നത് നിലവിളക്കാണ്. അത് സ്വയം പ്രകാശമാണ്. അത് പാലിക്കുന്നവർ സ്വയം പ്രകാശമായിത്തീരും. അങ്ങനെയുള്ളവരിലേക്ക് കീർത്തനങ്ങൾ എന്താണെന്നോ എന്തിനാണെന്നോ ഏത് വിധത്തിലാണെന്നോ ബോധ്യപ്പെടുകയുള്ളൂ. ആ വിധത്തിൽ ബോധ്യപ്പെട്ടുകൊണ്ട്
ഇതൊക്കെ ആലപിക്കുവാനും ആനന്ദിക്കുവാനും നിങ്ങളുടെ ഹൃദയങ്ങളെ ഈശ്വരൻ ഒരുക്കുമാറാകട്ടെ. സർവശക്തിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആരാധന ഇത്ര ആനന്ദമായി നടത്തി തന്ന മഹാശക്തിയെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. നിങ്ങളുടെ വടക്കേ യാത്രയിലും ഈ ആനന്ദം നിങ്ങളുടെ കൂട്ടായിരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിത വഴികളിൽ ഈ ആനന്ദം കൂട്ടായിരിക്കട്ടെ. നിങ്ങൾക്കായി സർവശക്തി പ്രത്യക്ഷമായി എന്നിവിടെ വാഴുമാറാകട്ടെ. ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം.